പ്രതിപക്ഷ നേതാവും ശശി തരൂരും യൂത്തന്മാർക്ക് ആവേശമായ MLA മാങ്കൂട്ടവും ഇടവത്തിൽ പെയ്യുന്ന മഴയെപ്പോലും കൂസാതെ നടു റോട്ടിലാണ്. എന്നാൽ അതേസമയം KPCCയുടെ പുതിയ പ്രസിഡന്റായ സണ്ണി ജോസഫ് ഷാഫി പറമ്പിലിനെയും കൂട്ടിക്കൊണ്ട് കണക്കു നിരത്തുമ്പോൾ കേക്ക് മുറിക്കാനാവാതെ മന്ത്രി റിയാസും കൂട്ടരും പെട്ടുപോകുന്ന കാഴ്ചയ്ക്കാണെന്ന് കേരളക്കര സാക്ഷിയാകുന്നത്. കോൺഗ്രസ് കരുതിക്കൂട്ടി തന്നെയാണ് ഇറങ്ങുന്നത്. മുന്നും പിന്നും നോക്കാതെ കാടടച്ച് വെടിവെച്ചുകൊണ്ട് എല്ലാറ്റിനെയും തകർക്കാനായിട്ടാണ് കണ്ണൂരിൽ നിന്നുകൊണ്ട് തന്നെ മാങ്കൂട്ടം തുടങ്ങിയത്. പിന്നാലെ പേരൂർക്കടയിലേക്ക് മഹിളാ കോൺഗ്രസിനെ ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ അയക്കുക കൂടി ചെയ്തതോടെ മാങ്കൂട്ടത്തിന്റെ കെണിയിൽ പെട്ടുപോകുകയായിരുന്നു വനിതാ പോലീസുകാർ. രണ്ടും കൽപ്പിച്ചിറങ്ങിയ കോൺഗ്രസിനെ കാണാം. പ്രിയമുള്ളവരെ, ഇടതുപക്ഷ സർക്കാരിന്റെ 4ാം വാർഷികം കരിദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി UDF ഇന്ന് സംസ്ഥാനമൊട്ടക്ക് കരിദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് മലമ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നു വരുന്നത്. കേരളത്തിന്റെ 100 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് നടത്തിവരുന്ന സമരം 100 ദിവസം തികയുന്നു. ആ സമരത്തെ സർക്കാർ അവഗണിക്കുകയാണ്. അവരുടെ കണ്ണീര് കാണാൻ സർക്കാരിന് സമയമില്ല, മനസ്സില്ല. അതുപോലെ നമുക്കറിയാം, പൊട്ടിഘോഷിച്ചതാണ് കേരളത്തിലെ നാഷണൽ ഹൈവേ. അതിനുവേണ്ടി ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു, സോഷ്യൽ മീഡിയയിൽ അവകാശവാദങ്ങൾ ഉയർത്തി. മലപ്പുറത്ത് ആ നാഷണൽ ഹൈവേ തകർന്നു വീണ് യാത്രക്കാർക്കും അതുപോലെ വാഹനങ്ങൾക്കും അപകടമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ അതിന്റെ അവകാശവാദം ഉന്നയിച്ച ആളുകളെല്ലാം അതിന്റെ പിതൃത്വത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി അല്ലെങ്കിൽ ഉത്തരവാദിത്തം മറ്റുള്ളവരിൽ ഏൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടാനാക്രമണത്തിൽ പാലക്കാട് ഉമ്മർ എന്ന തൊഴിലാളിയാണ് ഇന്നലെ മരണപ്പെട്ടതെങ്കിൽ അതും ഇന്ന് വാർത്തയാണ്. അപ്പൊ സർക്കാരിന്റെ 4ാം വാർഷികത്തിൽ കേരളത്തിലെ ജനങ്ങളെ നടുക്കുന്ന, വേദനിപ്പിക്കുന്ന, ജനങ്ങളുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും വ്യക്തമാക്കുന്ന സംഭവങ്ങളുടെ ഒരു ചെറിയ വിവരണമാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞത്. ഈ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സാമ്പത്തിക സ്ഥിതി എന്താണ്? ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കും. അത് വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനം പാലിക്കപ്പെടുന്നില്ല. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അവർക്ക് നൽകുന്നില്ല. തൊഴിലാളികൾ വലിയ കഷ്ടത്തിലാണ്. അതുപോലെ തന്നെ കൃഷിക്കാർക്ക് അവരുടെ കൃഷി വന്യമൃഗങ്ങൾ നശിപ്പിക്കുമ്പോൾ അവർക്ക് ലഭിക്കേണ്ട ചെറുതായിട്ടുള്ള നഷ്ടപരിഹാരം അതുപോലും സമയത്ത് കൊടുക്കുന്നില്ല. റബ്ബർ കർഷകരോട് പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ല. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ബഡ്ജറ്റിൽ അനുവദിച്ച അവരുടെ പദ്ധതി വിഹിതം ഗണ്യമായിട്ട് വെട്ടിക്കുറച്ച് അവരുടെ പ്രവർത്തനങ്ങൾക്ക്, വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയിരിക്കുന്നു. പൊതുവികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം സർക്കാരിനെ സാരമായിട്ട് ബാധിക്കുന്നു. ഈ സമയത്താണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച ഒരു ആർഭാടം എന്ന നിലയിൽ കേരള സർക്കാർ ഈ 4ാം വാർഷികം ആഘോഷിക്കുന്നത്. ഈ ആഘോഷം നടക്കുമ്പോൾ ഞങ്ങൾക്ക് ലളിതമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ വർഷങ്ങളിൽ സർക്കാർ നടത്തിയ നവകേരള സദസ്, അതിന് എത്ര പൈസ ചെലവഴിച്ചു? ഖജനാവിന് എത്ര പൈസ ചെലവഴിച്ചു? 140 നിയോജക മണ്ഡലങ്ങളിലുമായിട്ട് എത്ര പൈസ പിരിവിലൂടെ സമാഹരിച്ചു? അതിന്റെ സാമ്പത്തിക വരവ് ചെലവ് കണക്ക് എന്താണ്? അത് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടോ? ആ കണക്ക് പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ? ഇനി ആ നവകേരള സദസ്സിന്റെ റിസൾട്ട് എന്താണ്? കേരളത്തിൽ ഏതെങ്കിലും ഒരു വികസന പദ്ധതി, ജനക്ഷേമകരമായ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഈ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കും? ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ എന്തെങ്കിലും ഒരു പദ്ധതി നടന്നോ? അപ്പൊ നവകേരള സദസ്സ് ഒരു പരാജയമായിരുന്നു. അതിന്റെ മറ്റൊരു പതിപ്പാണ്, തുടർച്ചയാണ്. രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം നടത്തുന്നത്. ഈ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ സർക്കാരിന് ഏതെങ്കിലും കാര്യത്തിൽ ജനകീയ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അവര് മുൻഗണന നൽകിയെന്ന് അവകാശപ്പെടാൻ വേണ്ടി കഴിയില്ല. വനിതാ CPM, വനിതാ പോലീസ് CPO റാങ്ക് ഹോൾഡേഴ്സിന്റെ കണ്ണീരും വേദനയും കാണുവാൻ സർക്കാരിന് കഴിവുണ്ടായില്ല. അവരുടെ റാങ്ക് പട്ടികയുടെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ക്രമസമാധാന തകർച്ച കേരളത്തിൽ ഇന്ന് വ്യാപകമാണ്. അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, കുടുംബത്തെ ഒന്നായിട്ട് ഇല്ലാതാക്കുന്ന സംഭവങ്ങൾ, ലഹരി വ്യാപനം ഇന്ന് കേരളത്തില് അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു. അതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടിയില്ല. കൊട്ടേഷൻ കൊലപാതകങ്ങൾ, അത് രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് CPM TP കേസിൽ ഉൾപ്പെടെ, ഷുഹൈബിന്റെ കേസിൽ ഉൾപ്പെടെ
കൊട്ടേഷൻ കൊലയാളികളെ രാഷ്ട്രീയ ആയുധമാക്കി CPM ഉപയോഗിച്ചുവെങ്കിൽ ഇന്ന് പല ആവശ്യങ്ങൾക്കും വേണ്ടി, സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി, ലാഭത്തിനു വേണ്ടി മറ്റ് വ്യക്തികളും ഈ കൊട്ടേഷൻ മാതൃകയിലുള്ള കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. കൊലപാതകികൾക്ക് ഏറ്റവും വലിയ സംരക്ഷണം കിട്ടുന്ന ഗവൺമെന്റായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു. TP കേസിലെ പ്രതികൾ അവർക്ക് ജയിലിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായിട്ടുള്ള പരിഗണനയും പരിരക്ഷയും. ഷുഹൈബ് വധക്കേസിലെ വിചാരണ ആരംഭിച്ചിരിക്കുകയാണ്. പട്ടന്നൂരിലെ ഷുഹൈബ് കേസിൽ ഞങ്ങളെ ഷുഹൈബിന്റെ കുടുംബം പ്രതിപക്ഷ നേതാവ് വഴി ഞാനും മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തു. എന്തായിരുന്നു അപേക്ഷ? ആ കേസിൽ ഒരു പ്രത്യേക പ്രോസിക്യൂട്ടറെ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നായിരുന്നു. കൃപേഷ് ശരത്ലാൽ കേസിൽ ശിക്ഷ വാങ്ങിക്കൊടുത്ത ആ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഷുഹൈബ് കേസിൽ ആ കുടുംബത്തിന്റെ ചെലവിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തിട്ട് മാസങ്ങളായി. ഇതുവരെയും ആ ഫയൽ അനങ്ങിയിട്ടില്ല. മനഃപൂർവ്വം അത് വെച്ച് താമസിപ്പിക്കുകയാണ്. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ജയിലിൽ ആർപ്പുവിളികളോടെയാണ് മാർക്സിസ്റ്റ് നേതാക്കന്മാർ സ്വീകരിച്ചത്. മവീൻ ബാബുവിന്റെ ദാരുണ മരണത്തിൽ ഉത്തരവാദിയായ പ്രതിയെ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയും കേന്ദ്ര കമ്മിറ്റി അംഗവും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് കണ്ണൂർ ജയിലിലെത്തിയത്. അപ്പൊ അക്രമ കൊലപാതക രാഷ്ട്രീയങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനവും നൽകുന്നു. ഗാന്ധി സ്തൂപം കണ്ണൂരിൽ മരപ്പെട്ടത് ഞാൻ മിനിഞ്ഞാന്ന് അവിടെ പോയിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ച ഗാന്ധി സ്തൂപം ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ്, പറമ്പിലാണ് ആ ഗാന്ധി സ്തൂപം സ്ഥാപിച്ചത്. അത് തകർത്ത് തരിപ്പണമാക്കുക മാത്രമല്ല ചെയ്തത്, CPMന്റെ ജില്ലാതല നേതാവ് സംസ്ഥാന സെക്രട്ടറിയുടെ നിയോജക മണ്ഡലത്തിൽ ജില്ലാതല നേതാവ് പ്രസംഗിച്ചത്, വെല്ലുവിളിച്ചത് കേരളത്തിൽ എവിടെയും കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ്. ഗാന്ധി സ്തൂപത്തെ RSSകാരും BJPക്കാരും ആക്രമിക്കുന്നതും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും ഗാന്ധിയെ നിന്ദിക്കുന്നതും മനസ്സിലാക്കാം. CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഗാന്ധി സ്തൂപം കേരളത്തിൽ എവിടെയും സ്വകാര്യ സ്ഥലങ്ങളിൽ പോലും സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന വെല്ലുവിളി ഉയർത്തിയത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആഭ്യന്തര വകുപ്പ് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയം എന്താണ്? ഈ നേതാവിന്റെ നയം, സമീപനം തെറ്റാണെങ്കിൽ അത് തിരുത്താൻ CPM തയ്യാറാകുമോ? ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അക്രമ രാഷ്ട്രീയത്തിന്റെ കഥ അതാണെങ്കിൽ കടയ്ക്കൽ ക്ഷേത്രോത്സവത്തിൽ CPMന്റെ വിപ്ലവ ഗാനങ്ങളാണ് ആലപിക്കുന്നത്. ഹൈക്കോടതി ഇടപെടേണ്ടതായിട്ട് തോന്നുന്നു. തലശ്ശേരി ക്ഷേത്രോത്സവം, അവിടെയും ആ ക്ഷേത്രോത്സവത്തിന്റെ സുപ്രധാനമായ ചടങ്ങുകളുടെ സമയത്താണ് CPM അനുകൂല മുദ്രാവാക്യം ഉയർന്നത്. BJPക്കാരും മുദ്രാവാക്യം വിളിച്ചു. പോലീസ് അത് സമാധാനിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു. ആ പോലീസുകാരെ നിലത്തിട്ടിയ ഊട്ടി. നിയമസഭയിൽ ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. അവതരണാനുമതി തേടിക്കൊണ്ടുള്ള പ്രസംഗത്തിന് പോലും അനുവാദം കിട്ടിയില്ല. അവസാനം അവിടുത്തെ 2 SIമാർ, ഒരു വനിതാ SI ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിക്കൊണ്ട് അവര് പരാതി കൊടുത്തു, അന്യായം കൊടുത്തു. അവരുടെ പെറ്റീഷനിൽ FIR രജിസ്റ്റർ ചെയ്തു. ആ FIRലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം അതിലെ പരാതിക്കാരായ വനിതാ SI ഉൾപ്പെടെയുള്ള പരാതിക്കാരെ തലശ്ശേരിയിൽ നിന്ന് സ്ഥലം മാറ്റിക്കൊണ്ട് CPMകാർ എന്ത് വെല്ലുവിളിച്ചോ അത് നടപ്പിലാക്കുന്ന സമീപനമാണ് നടക്കുന്നത്. സഹകരണ തെരഞ്ഞെടുപ്പുകൾ നീതിപൂർവമല്ല. സഹകരണ സംഘങ്ങളിലെ അഴിമതിയും അതിലെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും എല്ലാം കേരളത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. CPM നേതൃത്വത്തിന്റെ ഒത്താശയിലാണ് നടക്കുന്നത്. അതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണമില്ല. കോൺഗ്രസും UDF ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ കുപ്രസിദ്ധ AKG മോഡൽ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വ്യാപകമായിട്ട് നടക്കുകയാണ്. മറ്റൊരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വാർഡുകളുടെ എണ്ണം കൂട്ടി. എന്തിനു വേണ്ടിയാണ്? എല്ലാ തദ്ദേശ വാർഡുകളും വീണ്ടും വിഭജനം നടത്തുന്നതിന് വേണ്ടിയാണ്. അതിർത്തി നിർണയം വീണ്ടും നടത്തുന്നതിന് വേണ്ടിയാണ് വാർഡുകളുടെ എണ്ണം കൂട്ടിയത്. അതിർത്തി നിർണയം ഇപ്പൊ എന്താണ്? തീർത്തും അശാസ്ത്രീയമാണ്. കാലിനൊപ്പിച്ച് ചെരുപ്പ് മുറിക്കേണ്ടതിന് പകരം ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുന്ന അവസ്ഥയാണ്. വാർഡുകളെല്ലാം അശാസ്ത്രീയമായിട്ട് വെട്ടിമുറിച്ചിരിക്കുന്നു. അതിന് ഫയൽ ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് പരാതികൾ ഉണ്ടായിരുന്നു. ആ പരാതികളുടെ അന്വേഷണം കേവലം പ്രഹസനമാണ്. പല സ്ഥലത്തും ഒരു പഞ്ചായത്തിന്റെ 8ഉം 10ഉം പരാതികൾ കേൾക്കാൻ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര്, കമ്മീഷൻ അംഗങ്ങൾ വന്നിട്ട് 1 മിനിറ്റ് പോലും അവസരം കിട്ടിയില്ല. ഒരു പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളുടെ പരാതികൾ കേൾക്കാൻ
ഒരു മിനിറ്റ് പോലും അവസരം കൊടുത്തില്ല. പെൻസിലിനാണ് എഴുതിയെടുത്തത്. പരാതിക്കാർ ഉന്നയിച്ച ആക്ഷേപങ്ങളെ പെൻസിലിനാണ് എഴുതിയെടുത്തത് എന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി തദ്ദേശ വാർഡുകളെ CPM-ന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് വാർഡുകളെ വെട്ടിമുറിച്ച് വികൃതമാക്കിയിരിക്കുന്നു. മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. വന്യമൃഗശല്യത്തിന് ഒരു പരിഹാരമില്ല. കഴിഞ്ഞ ദിവസം മലപ്പുറത്താണെങ്കിൽ ഇന്നലെ അത് പാലക്കാട്ടാണ്. ആയിരത്തിലേറെ ആളുകൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊലയപ്പെടുന്നു. ഭരണകക്ഷി MLA പോലും അതിൽ ശക്തമായിട്ട് പ്രതിഷേധിക്കാൻ ഭരണകക്ഷി MLA-മാർ പോലും നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സർക്കാർ അക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. ഞങ്ങളുടെ നിയമസഭയിലെ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വന്യമൃഗ ശല്യത്തിന്റെ വിഷയത്തിൽ തന്നെ 4 അടിയന്തര പ്രമേയങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നു. ഞാൻ തന്നെയാണ്. ഒന്ന് TC തികവെന്ന് കൊണ്ടാടനും 4 അടിയന്തര പ്രമേയങ്ങൾക്ക് അവതരണാനുമതി തേടി. അത് കേരള നിയമസഭയിൽ ചർച്ചയാക്കാൻ കേരളത്തെ ഇന്ന് സാരമായിട്ട് ബാധിക്കുന്ന, അത് വനാതിർത്തികളിൽ മാത്രമല്ല എല്ലാ ജനവാസ മേഖലകളിലും, വനത്തിൽ നിന്ന് വളരെ ദൂരത്തുള്ള ജനവാസ മേഖലകളെ പോലും സാരമായി ബാധിക്കുന്ന വന്യമൃഗശല്യത്തെ ഒരു ചർച്ചാ വിഷയമാക്കാൻ പോലും മുഖ്യമന്ത്രി ഒരു യോഗം വിളിക്കണം എന്ന് MLA-മാര് പലവട്ടം ആവശ്യപ്പെട്ടു. നിയമസഭയിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് നടപടി സ്വീകരിച്ചിട്ടില്ല. കാർഷിക മേഖല റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായിട്ട് ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചാണ് ഈ ഗവൺമെന്റ് വോട്ട് ചോദിച്ചത്. എന്നാൽ അതിപ്പോഴും ഉയർത്തിയിട്ടില്ല. അതിനെ സർക്കാർ വാക്ക് പാലിച്ചിട്ടില്ല. അതുപോലെ തന്നെ തേങ്ങയുടെ വിലയുടെ കാര്യം, നെല്ല് സംഭരണത്തിന്റെ വില കൊടുക്കാൻ ബാക്കിയാണ്. കൃഷിക്കാർ വലിയ പ്രയാസത്തിലാണ്. കയറ്, കശുവണ്ടി, ടിമ്പർ തുടങ്ങിയ പരമ്പരാഗത വ്യവസായ മേഖലകൾ പൂർണ്ണമായിട്ടുള്ള തകർച്ചയിലാണ്. മത്സ്യത്തൊഴിലാളി മേഖലയും പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെട്ടിരിക്കുന്നു. മണ്ണെണ്ണയുടെ സബ്സിഡി വർദ്ധിപ്പിക്കാത്തതും സർക്കാർ പ്രഖ്യാപിച്ച പാക്കേജുകൾ നടപ്പാക്കാത്തതും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖല ആന കയറിയ കരിമ്പിൻ തോട്ടം പോലെയാണ് വിദ്യാഭ്യാസ മേഖല, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖല. സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല, കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. SFIയുടെ കലാലയങ്ങളെ കലാപഭൂമിയാക്കുന്ന അക്രമ രാഷ്ട്രീയത്തിന് മുഖ്യമന്ത്രിയും പോലീസും എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കുട്ടികള് വിദേശത്തേക്ക് പോകുന്നുവെങ്കിൽ കലാലയങ്ങളുടെ ദുരവസ്ഥ, വിദ്യാഭ്യാസ രംഗത്തെ മൂല്യ തകർച്ച, ഗുണമേന്മയില്ലായ്മ, അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗം തകർച്ചയിലാണ്. ആരോഗ്യരംഗം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കേവലം അവകാശവാദങ്ങൾ മാത്രമാണ്. ഇന്ന് സർക്കാർ ആശുപത്രികളാണ് അനാരോഗ്യത്തിന്റെ അവസ്ഥയിലുള്ളത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ പോലും ചികിത്സയ്ക്ക് പോകുന്ന രോഗികൾക്ക് ഉണ്ടാകുന്ന അവസ്ഥ അറിയാം. കോഴിക്കോട്ടെ കാര്യങ്ങൾ അറിയാം. സർക്കാർ ആശുപത്രിയിൽ ആളുകൾ പോകാതായി. ഗൗരവമേറിയ രോഗം വന്നാൽ അല്ലെങ്കിൽ അപകടങ്ങളിൽ പരിക്ക് പറ്റിയാൽ സ്വകാര്യ മേഖലയെ ആശ്രയിക്കേണ്ടി വരുന്നു. സ്വകാര്യ മേഖലയിലാണെങ്കിൽ ചികിത്സാ ചെലവ് വളരെ ഭാരിച്ചതാണ്. ജനപ്രതിനിധികളൊക്കെ എല്ലാ ദിവസവും സ്വകാര്യ ആശുപത്രികളിൽ ബില്ല് കുറയ്ക്കാൻ വേണ്ടി വിളിക്കേണ്ട ആവശ്യം എല്ലാ ജനപ്രതിനിധികളോടും രോഗികളും ബന്ധുക്കളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖല വലിയ തകർച്ചയിലാണ്. ആവശ്യമായത് ഡോക്ടർമാരില്ല. ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല, സ്റ്റാഫില്ല. ആരോഗ്യ മേഖല വലിയ തകർച്ചയില്. മരുന്ന് കമ്പനിക്ക് 500 കോടി രൂപയിലേറെ കൊടുക്കാൻ സർക്കാർ ബാക്കിയാണ്. പിന്നെ ഗവൺമെന്റ് കൊട്ടിഘോഷിച്ച അഴിമതി വിരുദ്ധ സമീപനമാണ്. മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു അഴിമതി കേസിൽ. കോവിഡ് കാലത്ത് കിറ്റ് വാങ്ങിയതിന്റെ അഴിമതി സംബന്ധിച്ച് C&AG ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായിട്ട് പരാമർശമുണ്ട്. നിയമസഭയിലെ ആ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞ മറുപടി, ഇത് മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാണ് ഞങ്ങൾ 550 രൂപയ്ക്ക് പകരം 1550 രൂപ PPP കിറ്റിന് നൽകി ഞങ്ങൾ വാങ്ങിയത്. അതിന്റെ കാശ് മുഴുവൻ അഡ്വാൻസ് ആയിട്ട് നൽകിയത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണ് എന്ന ശൈലജ ടീച്ചറെ ഒറ്റ മറുപടിയിൽ ആ വിഷയം അവസാനിക്കുന്നില്ല. അത് നഗ്നമായിട്ടുള്ള അഴിമതിയാണ്, തെളിഞ്ഞ അഴിമതിയാണ്. അതിന് സർക്കാർ പ്രതിക്കൂട്ടിൽ തന്നെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച മറ്റൊരു കാര്യമാണ്, KFC-യുടെ ഫൈനാൻഷ്യൽ കോർപ്പറേഷന്റെ കോടിക്കണക്കിന് രൂപ എടുത്തിട്ട് ആർക്കാ കൊടുത്ത്? അംബാനിക്ക് കൊടുത്തു. അംബാനിയുടെ പൊളിഞ്ഞ കമ്പനിയിൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഇത്ര രൂക്ഷമായി നിൽക്കെ ഫൈനാൻഷ്യൽ കോർപ്പറേഷന്റെ വലിയൊരു സംഖ്യ എടുത്ത് അംബാനി കമ്പനിയിൽ നിക്ഷേപിച്ചിട്ട് ഇപ്പൊ തിരികെ കിട്ടുന്നില്ല. 110 കോടി കിട്ടേണ്ടടുത്ത് 8 കോടി കിട്ടി. സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് നിർബന്ധിതമായിരിക്കുകയാണ്. കേരളത്തിലെ സർക്കാരിന്റെ പണം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നികുതി പണമാണ്. അതിന്റെ ദുരുപയോഗമാണ്, അത് അഴിമതിയാണ്. എന്തിനാണ് അംബാനിയുടെ കമ്പനിയിൽ സർക്കാർ പണം നിക്ഷേപിച്ചതെന്നതിന് ഉത്തരവില്ല. ഇന്നത്തെ ധനമന്ത്രിയും
മുൻ ധനമന്ത്രിയും ആ കാര്യത്തിൽ ഒളിച്ചുകളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലഹരിയുടെ പർദീസിയായി കേരളം മാറി. വളരെ ഗൗരവത്തിൽ ആ വിഷയം നിയമസഭയിൽ ശ്രീ വിഷ്ണുനാഥ് തന്നെ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നു. പ്രതിപക്ഷം എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്തു. എന്നാൽ അതിന് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ന്യായയുക്തമായിട്ടുള്ള നടപടികളൊന്നുമില്ല. അപ്പൊ ഈ സർക്കാരിന്റെ ഈ 4 വർഷക്കാലത്തെ പ്രവർത്തനം ജനദ്രോഹ നടപടികളാണ്, ജനക്ഷേമ നടപടികളില്ല. ജനദ്രോഹ നടപടികൾ, പക്ഷപാതപരമായ പെരുമാറ്റം, പോലീസിന്റെ അതിക്രമങ്ങൾ, CPM അക്രമങ്ങൾക്ക് പോലീസ് കൂട്ടുനിൽക്കുന്നു, അഴിമതി, ഭരണപരാജയം, തകർച്ച, ഇതാണ് അവസ്ഥ. ഇതിൽ ഞങ്ങൾ ശക്തിയായിട്ടുള്ള ജനപക്ഷത്തിൽ നിന്നുകൊണ്ടുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഇതിൽ നിന്ന് കേരളം ആഗ്രഹിക്കുന്ന മോചനം, ഈ LDF സർക്കാരിന്റെ ദുർഭരണത്തിൽ നിന്ന് കേരള ജനത അർഹിക്കുന്ന മോചനം, അതിന് ആവശ്യമായിട്ടുള്ള മുന്നേറ്റങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്നുണ്ടാകും, ഐക്യ ജനാധിപത്യങ്ങളുടെ ഭാഗത്തുണ്ടാകും. അതിന് എല്ലാവിധ പിന്തുണയും ബഹുജനങ്ങൾ, നല്ലവരായ കേരള ജനതയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുകയാണ്. പുതിയ KPCC ചുമതലയേറ്റു. അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് പ്രവർത്തകരുടെയും അണികളുടെയും ജനങ്ങളുടെയും ആവേശകരമായ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾ പ്രത്യേകമായിട്ട് നന്ദിയുള്ളവരാണ്. ഈ ടീം